ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് കാറ് പണിയാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് സസ്പെൻഷൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സസ്പെൻഷൻ മിക്സ് ചെയ്തതിന് ശേഷം ടയർ മിക്സ് ചെയ്യും, പിന്നെ ബാക്കിയുള്ള പാർട്സുകളെല്ലാം മിക്സ് ചെയ്യും കേട്ടോ. നമ്മൾ നമ്മുടെ ഫാസിൽക്കാട് ഗാരേജിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് നമ്മൾ സസ്പെൻഷൻ മിക്സ് ചെയ്ത് വന്നിട്ട് ബാക്കിയുള്ളത് ഓക്കെ നമുക്ക് വണ്ടി എടുത്തിട്ട് ഇറങ്ങാം. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എല്ലാം ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ ഇവിടെയും ബോക്സ് ഇരിക്കുന്നുണ്ട് കണ്ടോ. പിന്നെ അത് ആയിരിക്കുന്ന സ്പ്രിങ് കേട്ടോ. ഓക്കെ, ഇനി അത് വണ്ടി കയറ്റി കഴിഞ്ഞാൽ നേരെ വർക്ക്ഷോപ്പിൽ പോവുക, അത് ഫിക്സ് ചെയ്യുക. നമ്മുടെ കയ്യിൽ അതിനുള്ള ജാക്കും ടൂൾസും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഫിക്സ് ചെയ്യാത്തത്. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഫിക്സ് ചെയ്തായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫാസിലിൻ്റെ വർക്ക്ഷോപ്പിൽ പോകണം. അവിടെ പോയിട്ട് അവിടുന്ന് നമ്മൾ മൊത്തം അഴിച്ചിട്ട് പുതിയ കയറ്റും കേട്ടോ. അപ്പോൾ അതേമാതിരി സസ്പെൻഷന് കയറ്റുന്നുണ്ട്. ടയേഴ്സും അതുപോലെ ഡ്രമ്മും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ടയർ ഇതായി 5 ടയർ ഇരിക്കുന്നു, ഡ്രം ഇതായിട്ട് ഇരിക്കുന്നത്. പെൻസിൽ എടുക്കുന്നു കേട്ടോ. പെൻസിൽ എടുത്തിട്ട് കുറച്ച് ദിവസമായി, ഒന്ന് എടുക്കണം പെൻസിൽ. ഓക്കെ, അപ്പോൾ ഇത് കയറ്റിയിട്ട് നമ്മൾ സസ്പെൻഷൻ ഫിക്സ് ചെയ്യാൻ കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ടയേഴ്സും അതുപോലെ ഡ്രമ്മും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടും. എന്നിട്ട് അത് ബാലൻസ് ചെയ്തിട്ട് അതവിടെ സെറ്റാക്കി വെക്കും കേട്ടോ. ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ ഇന്ന് തന്നെ ഫുള്ള് ഇരുന്നിട്ട് അഴിക്കും. ഇന്ന് തന്നെ എല്ലാ പാർട്സും കയറ്റാൻ നമ്മൾ നോക്കും. അറ്റേസിൻ്റെ ഉള്ളിലെല്ലാം കഴിക്കാൻ വേണ്ടി നോക്കും. പിന്നെ അതുപോലെ സ്കിഡ് പ്ലേറ്റ് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കളറിൻ്റെ ഒരു ചെറിയൊരു ഡൗട്ടിൽ നിൽക്കുകയാണ്, ഏത് കളർ അടിക്കും എന്നുള്ള. അപ്പോൾ ആ ഒരു കളർ സെറ്റായിട്ട് അതും ജസ്റ്റ് പെയിൻറ്റ് ചെയ്യാൻ കയറ്റും. അത് നാളെ കിട്ടിക്കഴിഞ്ഞാൽ നാളെയും കയറ്റും കേട്ടോ. ബാക്കിയുള്ള അപ്പോൾ നാളെ അത് കിട്ടുമ്പോഴത്തേനും ബാക്കിയുള്ള എല്ലാ പാർട്സിൻ്റെയും ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ കഴിക്കണം. അതിനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്കിപ്പോൾ നേരെ വർക്ക്ഷോപ്പിൽ പോകാം. അപ്പോൾ നമ്മളിതേ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓൾമോസ്റ്റ് വാസലിൻ്റെ അവിടെ എത്താനായി. അവിടെ എത്തിക്കഴിഞ്ഞാൽ സസ്പെൻഷൻ നേരെ ഏറ്റവും വണ്ടികളുണ്ടാകുന്ന അറിയില്ല കേട്ടോ. തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, ഫോൺ എടുത്തില്ല. തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം ആവും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഉച്ചറുള്ളിൽ ഫുള്ള് കഴിച്ചു തരും. നമുക്ക് നോക്കി നോക്കാം, എന്തായാലും പോയിട്ട് എന്താ അവസ്ഥ നോക്കി നോക്കാം. ഓക്കെ, സോ നമ്മളിതേ വർക്ക്ഷോപ്പിലെത്തി. വണ്ടി കയറ്റുന്നുണ്ട്, അടിച്ച് ഫ്രീ ആക്കിയിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ നമ്മൾ വരുമ്പോൾ അവിടെ വണ്ടി ഉണ്ടായിരുന്നു, അതെടുത്ത് പുറത്തേക്ക് കിട്ടും. എന്നിട്ട് ഇപ്പോൾ നമ്മളെ വണ്ടി കയറ്റുന്നുണ്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കയറ്റിയിട്ട് അഴിക്കട്ടെ. ഓക്കെ, ലിഫ്റ്റിൽ കയറ്റിയിട്ട് അഴിക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. സോ അതേ വണ്ടി ലിഫ്റ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചാക്ക് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹൈറ്റ് നോട്ട് ചെയ്ത് വെച്ചോ നിങ്ങൾ കണ്ടോ, ഇത്രയും ഗ്യാപ്പാണുള്ളത്. ആ ഒരു ഗ്യാപ്പ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അതിന് സസ്പെൻഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ മാറും. ഇവിടെ 2 കൈ അപ്പുറത്ത് നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. വെച്ച് നോക്കുന്നു, അതായത് ഈ ഒരു കൈയും പിന്നെ 2 വിരലും, അതാണ് ഫ്രണ്ടിലത്തെ കണക്ക്. ബാക്കിലത്തെ എന്ന് പറയുമ്പോൾ 2 ഇങ്ങനെ 2 കൈ. ഓക്കെ, അപ്പോൾ ആ ഒരു ഹൈറ്റ് നോട്ട് ചെയ്ത് വെച്ചോ നിങ്ങൾ. കാരണം അത് മാറിക്കഴിഞ്ഞാൽ ശരിക്കറിയാൻ പറ്റും. 3 ഇഞ്ച് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയുമ്പോൾ 3 ഇഞ്ച് എന്നുള്ളൂ, പക്ഷേ അത് നല്ലപോലെ അറിയാൻ പറ്റും. അതിന് ഇൻഷാല്ലാ നമുക്ക് ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ അളവ് നോക്കല്ല, അത് ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് നിഷാർക്കാട് ഒരു താറും കൂടി ഉണ്ടല്ലോ, അതിൻ്റെ ഒപ്പം ഒരുമിച്ചിട്ടിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, സോ വണ്ടി ഇതേ പൊക്കിയിട്ടുണ്ട്. ഓക്കെ, സോ സസ്പെൻഷൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇറക്കി വെച്ച് ഓരോ പാർട്സായി അയച്ച് കയറ്റും. ഓക്കെ, സോ ഇതേ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ ഐറ്റംസ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് കയറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ വണ്ടിയോട് ഇട്ടിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. എന്നിട്ട് നമ്മൾ ടയർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കാരണം ആ സമയം വെറുതെ കളയണ്ടെന്ന് ചോദിച്ചിട്ടാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ സമയം പോകും. അതിനുള്ളിൽ എന്തായാലും ഫിക്സിങ് ഇവർ കഴിക്കട്ടെ. അപ്പോൾ അതിന് ഞാൻ പോയിട്ട് ടയർ കുടിക്കിട്ട് വരാം. ഓക്കെ, കാരണം നമ്മളിത് തിരിച്ച് വണ്ടിയോട്ട് തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതേ കാൽബോർഡ് ടയേഴ്സും കാര്യങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടി വണ്ടിയിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കയറ്റിയിട്ട് നേരെ വീൽസിൽ ടയർ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കും. എന്നിട്ട് അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വണ്ടി വർക്ക് ചെയ്യുന്നിടത്തേക്ക് നേരെ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് സസ്പെൻഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് താരെടുത്ത് വന്നിട്ട് ടയർ കൊടുക്കും. ഐ മീൻ ടയർ ഫിക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതേ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൽബാണ് കയറ്റുന്നത് കേട്ടോ. വന്നിട്ടാണ് ആക്ച്വലി ഇത് നമ്മുടെ വെട്ടേണ്ടി തന്നെ കേട്ടോ. എല്ലാ വീഡിയോസിലും കണ്ടുണ്ടാവും. ഓക്കെ, ടയേഴ്സ് നാളെ കയറ്റിയപ്പോൾ തന്നെ ഫുള്ളായി. ഇനി ഡ്രംസ് കയറ്റാനുണ്ട്. എന്തടാ ഗുഡ്. അങ്ങനെ 5 ടയേഴ്സും കയറ്റി. ഇനി നമുക്ക് ഡ്രംസ് കയറ്റണം. ഞാൻ വീഡിയോ എടുക്കാനാണ് ഞാൻ കയറ്റാത്തത് കേട്ടോ. അല്ലെങ്കിൽ ഞാനത് ഫുള്ള് കയറ്റാറ്. എന്തേ
എന്തെങ്കിലും ബുദ്ധി തോന്നുന്നുണ്ടോ? അങ്ങനെ ബുദ്ധി പൊതട്ടേ ബെൻസാകെ പൊടി പിടിച്ച് എടുക്കാൻ കേട്ടോ, കുറച്ച് ദിവസമായി എടുത്തിട്ട്. അപ്പോൾ അത് ഇന്ന് നമുക്ക് എടുത്തിട്ട് വാഷ് ചെയ്യണത്. താറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുള്ളൂ. ഓക്കെ, എന്തായാലും 3 മണിയോടെ ഉള്ളൂ. അതുകൂടി കയറ്റിയിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ ടയർ കൊടുക്കാൻ വേണ്ടി കൂട്ടാം. ഞങ്ങൾ പെട്ടി വണ്ടിയിൽ ടയർ കയറ്റിയിട്ട് ടയറും ഡ്രമ്മും ബാക്കിലുണ്ട്. ഒരു രക്ഷയില്ല, വണ്ടി അനവറാണ്. നമ്മൾ ഡെയിലി കൊണ്ടിറങ്ങുന്ന വണ്ടിയാണ്, അവിടെ ഒരു സമാധാനം. ഇതവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് ബസ്സിന് താരൂരിന് അവിടത്തേക്ക് പോകണം. അങ്ങനെ കുറേ പണികളുണ്ട്. ഓക്കെ, ടയർ കൊണ്ട് ഇറക്കാം. ഞാൻ നമ്മൾ ഈ ഷോപ്പിലെത്തി, ടയർസും കാര്യങ്ങളൊക്കെ ഇറക്കി. ഡ്രംസ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ സെറ്റ് ചെയ്ത് വെക്കും. നമ്മൾ വണ്ടി എടുത്ത് വരുമ്പോഴത്തേനും വീല് കുടുക്കി ബാലൻസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് വണ്ടിയുമ്പോൾ കുടുക്കിയിട്ട് നമുക്ക് അലൈൻമെൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് അവിടെ പോയിട്ട് ഷോക്കിൻ്റെ വർക്ക് എന്തായാലും നോക്കിയിട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് വരാം. നമ്മൾ തിരിച്ചങ്ങനെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ട പാർട്സും കാര്യങ്ങളൊക്കെ മാറ്റി, സ്വേ ബാർ, സ്പ്രിങ്, ഈ ബാർ കാര്യങ്ങളെല്ലാം മാറ്റി. ഓക്കെ, ഈ പഴയ പാർട്സും കാര്യങ്ങളൊക്കെ ഇതേ താഴെ എടുക്കുന്ന ആഴ്ച മൊത്തം ഷോക്ക് എടുക്കുന്നുണ്ട്. ഷോക്ക് കയറ്റിയിട്ടില്ല കേട്ടോ, ബാക്ക് ഷോക്ക് കയറ്റിയിട്ടില്ല. അതിവിടെ ഇരിക്കുന്നുണ്ട്. ബാക്ക് ഷോക്ക് ഇതായിരിക്കുന്നു കേട്ടോ, ബാക്ക് ഷോക്ക് കയറ്റിയിട്ടില്ല. അതിനിപ്പോൾ കയറ്റും. അതുപോലെ ഫ്രണ്ടും കയറ്റി കഴിഞ്ഞു. പിന്നെ സ്പ്രിങ്, ആം, അതുപോലെ ഷോക്ക് കാര്യങ്ങളെല്ലാം കയറ്റി. അതിൻ്റെ പഴയത് ഇവിടെ ഇരിക്കുന്നുണ്ട്. സ്പ്രിങ്, അതേ പഴയ ആം, സ്പ്രിങ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് തിരിച്ച് കൊണ്ടുപോകണം കേട്ടോ, കാരണം നമുക്ക് ആവശ്യം വരുള്ളൂ. ഓക്കെ, അത് ഈ സൈഡും കയറ്റി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ഓൾമോസ്റ്റ് ഫുള്ള് കഴിഞ്ഞേക്കണു. എന്നിട്ടാണ് ബാക്കിലേക്ക് നിന്നിട്ടുള്ളത്. ഇനി ബാക്കിൽ ചെയ്യാനുള്ളത് സസ്പെൻഷനും കൂടിയാണ് കയറ്റി കഴിഞ്ഞാൽ കംപ്ലീറ്റായി. ഓക്കെ, നമുക്കിതിനൊന്ന് താഴ്ത്തിയിട്ട് എത്രത്തോണ്ട് ഹൈറ്റ് ഡിഫറൻറ്റ്, അല്ലെങ്കിൽ വണ്ടി എങ്ങനെ ഏത് ലുക്കിലാവും കാണാനുള്ളൊരു ആകാംക്ഷയിൽ എന്താ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിനെ ഇറക്കിയിട്ട് ഇൻഷാ അല്ലാഹ് എന്താ പറയുക, കാണാനുള്ളൊരു ആകാംക്ഷയിലാണ്, ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് കഴിഞ്ഞ് തുടങ്ങി. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് വണ്ടി ഇറക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം എത്രത്തോണ്ട് ഡിഫറൻറ്റ് വന്നു കാര്യങ്ങളൊക്കെ. ഓക്കെ, അതുപോലെ കംഫർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഫൈനലി ഗായ്സ്, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറ്റുകയാണ്. വണ്ടി ഭയങ്കര വ്യത്യാസം വന്നു കേട്ടോ. 3 ഇഞ്ച് ലിഫ്റ്റ് കയറി വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയിൽ നോക്കുമ്പോൾ അറിയില്ല. ഞാൻ കൈ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അലൈൻമെൻറ്റ് ആദ്യം കഴിയട്ടെ, എന്നിട്ട് ഞാൻ കൈ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടോ. ബാക്കൊക്കെ നോക്കുമ്പോൾ നല്ല ഹൈറ്റിലേക്കുന്നത്. ബാക്കിൽ നിന്ന് ഞാൻ വ്യൂ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇനിയിപ്പോൾ ആ ടയേഴ്സും കൂടി ഇട്ടാലേ വണ്ടിക്കൊരു ഇതാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരു മാതിരിയായിട്ട് കിടക്കുന്നുണ്ട്. ചെറിയ ടയറിട്ട പോലെ കിടക്കുന്നുണ്ട്. എന്തായാലും അലൈൻമെൻറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി. ഞാനിത് ഈ വണ്ടി അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയേക്കാണ് കേട്ടോ. അലൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കാരണം എല്ലാ ഭാഗവും അഴിച്ചതല്ല, അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കയറ്റിയേക്കാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ടയർ കൊണ്ടുവരാൻ. ടയർ ഇട്ടതിന് ശേഷം ഒന്നുകൂടി അലൈൻമെൻറ്റ് ഉണ്ടാവും, കാരണം ഇത് ടയർ അപ്പുറത്താണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വരെ ഓടാനുള്ള അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കറക്റ്റ് അല്ലേ എടുക്കണേന്ന്. ഓക്കെ, ഫൈനലി നമ്മുടെ അലൈൻമെൻറ്റും കാര്യങ്ങളും ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, വണ്ടി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, ഹൈറ്റ് നല്ല വ്യത്യാസം അറിയുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോണ്ട് വ്യത്യാസം വന്നു എന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വെളിച്ചെല്ലാം എടുത്തിട്ട് ഷോപ്പിൻ്റെ അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഷോപ്പിൻ്റെ അവിടെ എത്തിയിട്ട് ഞാൻ എത്രത്തോണ്ട് വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് നേരെ ഷോപ്പിൽ പോയിട്ട് ആ അളവും കൂടിയും ഞാൻ കാണിച്ചു തന്നിട്ട് ടയർ കയറ്റാൻ വേണ്ടി പോട്ടാം. അങ്ങനെ നമ്മളിത് സസ്പെൻഷനൊക്കെ ഫിക്സ് ചെയ്ത് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണിക്കേണ്ടത് ഇപ്പോൾ ഇങ്ങനെ വണ്ടി കാണുമ്പോൾ നല്ല ചിരി വരുന്നുണ്ട്, കാരണം ചെറിയ ടയറും വണ്ടി നല്ല ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് നല്ല ചിരി വരുന്നുണ്ട്. ഞാൻ ഹൈറ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ടുണ്ടോ, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. നോക്ക്, അതായത് ഈ ഒരു കൈയും പിന്നെ ഈ 2 വിരലുമാണ് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു മാറിയിട്ട് ഇപ്പോൾ 2 കൈ വന്നു കഴിഞ്ഞാലും ഇനിയും മേലേക്ക് പോകും. അത്രയും വ്യത്യാസം വന്നു കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കും അതുപോലെ നല്ല വ്യത്യാസം വന്നിട്ട് ഈ 2 കൈയാണ് ഉണ്ടായിരുന്നത്. ഒരു കൈയിൻ്റെ വലുപ്പം കൂടി മേലേക്ക് പോയി. അതായത് 3 ഇഞ്ച് മൊത്തത്തിലാണ്ട് പൊന്തി വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ കംഫർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടില്ല. അതിന് നമുക്ക് ടയറൊക്കെ ഇട്ട് ഫുൾ പണി കഴിഞ്ഞതിന് ശേഷം ചെക്ക് ചെയ്യണം.
പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ വണ്ടി മൊത്തത്തിൽ എന്തോ പോലെ ഉണ്ട്, ചെറിയൊരു ടയർ കിടക്കണോണ്ട് അതൊന്ന് എന്താ പറയുക മറ്റേ ടയർ കയറിയിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. മറ്റേ ടയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ ലുക്ക് മൊത്തത്തിലേ മാറും. ഓക്കെ, വണ്ടി മാഷാല്ലാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ടയർ കൊണ്ടുപോയി ഇടുകയാണ്, ടയർ കൊണ്ടുപോയി ഇട്ടിട്ട് ഞാൻ മൊത്തത്തിൽ കാണിക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിതേ ടയർ ഷോപ്പിൽ വന്ന് ഇതേ ടയേഴ്സ് ഈ സൈഡിലത്തെ 2 ടയേഴ്സ് മാറ്റിയിട്ടുണ്ട്, അപ്പുറത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് ഇടുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ടയർ വന്നപ്പോൾ ഒരു ഇടുപ്പായിട്ടുണ്ട്. നമുക്കിനി ഫുള്ള് കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ട് നോക്കി നോക്കാം എന്താ അവസ്ഥ. ഓക്കെ, എന്തായാലും 4 സൈഡും കയറ്റട്ടെ, എന്നിട്ട് നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങി പോയിട്ട് ഷോപ്പിൻ്റെ അവിടേക്ക് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. സോ ഫൈനലി കാഴ്ച നമ്മളിതേ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, തിരിച്ച് ഷോപ്പിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മാഷാല്ലാ ഒരു രക്ഷയില്ല കേട്ടോ. ടയർ അങ്ങോട്ട് കയറി നോക്കുമ്പോൾ ഹൈറ്റിൻ്റെ കാര്യത്തിൽ സെറ്റായി. നോർമലി നമ്മുടെ മറ്റേ ടയർ എടുക്കുന്ന ടൈമിൽ വണ്ടി ആകെ വലിയൊരു വണ്ടിക്ക് ചെറിയൊരു ടയർ, അതായത് ഓട്ടോറിക്ഷയുടെ ടയർ ഇട്ട പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരു രക്ഷയില്ല. ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്ന പോലല്ല, ഇങ്ങനെ ഡയറക്റ്റ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇനി വണ്ടിയിൽ മാറ്റം വരാനുള്ളത് ഇനി ബമ്പർ അങ്ങോട്ട് മാറിയാണല്ലോ, ബമ്പറോ ഗ്രില്ലോ ഹെഡ്ലൈറ്റ് ഒക്കെ അങ്ങോട്ട് മാറിയാണല്ലോ, നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ലുക്കേ മാറും. അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ കാണുന്ന പോലെയല്ല. ഇപ്പോൾ നിങ്ങൾക്ക് നോർമൽ താർ യൂസ് ചെയ്യുന്ന ആൾക്ക് എന്തായാലും പെട്ടെന്ന് തിരിച്ചറിയും, അതായത് ഈ ഹൈറ്റ് വ്യത്യാസം വന്നത് പെട്ടെന്ന് തിരിച്ചറിയും. ഇനി ആ ഒരു ബമ്പേഴ്സും ഗ്രില്ലും ഹെഡ്ലൈറ്റ്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടർ ലുക്കേ മൊത്തത്തിൽ മാറും. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോ, സ്കിപ്പാക്കേണ്ട, കാരണം മസ്റ്റാണ് അത് കാണേണ്ടത്. അത്രയും വ്യത്യാസം വരും കേട്ടോ. ഇപ്പോൾ ആ ടയറും ആ ലിഫ്റ്റിംഗ് കിറ്റ് വന്നപ്പോൾ തന്നെ ഈ നോർമൽ താർ യൂസ് ചെയ്യുന്നവർക്ക് നല്ലപോലെ തിരിച്ചറിയും. നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. കണ്ടോ ആ ഒരു ലുക്ക് കണ്ടില്ലേ, ഒരു മാരക ലുക്കായിട്ടുണ്ട്. ഇപ്പോൾ കൽബിനൊന്നും വണ്ടിയിലേക്ക് കയറാൻ പറ്റുന്നില്ല, ബോണറ്റിനെ പൊക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു. കൽബ ബോണറ്റ് ഒന്ന് പൊക്കിയാൽ നോട്ടെ, അല്ലെങ്കിൽ വണ്ടിക്ക് ഒന്ന് കയറി ബോണറ്റ് കിടന്നറാ. എന്താ കൽബ് പകുതി വണ്ടേ ഒന്ന് കയറിയടാ അതിലേക്ക് കുനിയാതെ ബോണറ്റ് തുറക്കാൻ പറ്റില്ല. ദിവസം അവന് കയറ്റി കൊടുത്തറ വണ്ടിക്ക്. മറ്റേത് സ്റ്റോക്ക് പൊക്കുമ്പോൾ അവനെ കാലൊന്നും പൊക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടാ. ഇപ്പൊ അവനെ അത് പൊക്കേണ്ട ആവശ്യം വന്നു. ഇപ്പൊ ഇതിനുള്ളിലേക്ക് കയറുമ്പോഴും അത് തന്നെയാണ് അവസ്ഥ. അത് ബമ്പർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. കൽവ് സസ്പെൻഷൻ കണ്ട നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും ഒരു രക്ഷയില്ല കേട്ടാ, വേറെ തന്നെ ഒരു ലുക്കായിട്ടുണ്ട്. എൻ്റെ മോനെ ഭയങ്കര പളിക്കായിട്ടാ, ഒരു രക്ഷയില്ല, ലുക്ക് ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ ടൈലൈറ്റ് മാറും ഇതിൽ, അതുപോലെ തന്നെ റിഫ്ലക്ടർ മാറും. ഒക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോണ്ട് വ്യത്യാസം വന്നത്. നമുക്ക് ബാക്ക് കാണുന്നില്ല ശരിക്കും, രാത്രി ചെയ്തുകൊണ്ടാ സസ്പെൻഷൻ കണ്ട വെയിറ്റിൽ. രാവിലെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി രക്ഷയില്ല. അനതറായി അവന്മാർ ഓരോന്നായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ബമ്പർ അഴിക്കുക, അതാണ് പരിപാടി. ബമ്പർ അഴിച്ചിട്ട് നമ്മുടെ ആ വയറിംഗ് വർക്ക് ഇപ്പം ഇരുന്ന് ചെയ്യണം. അതുപോലെ ഹെഡ്ലൈറ്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം ഇപ്പം ഒന്ന് അഴിക്കും കേട്ടോ. ബമ്പർ അഴിച്ച് കഴിഞ്ഞാൽ ഗ്രിൽസ് അഴിക്കാം, ഒക്കെ എല്ലാം സിമ്പിളാണ്. കാരണം നമ്മൾ മുന്നേ വർക്ക് ചെയ്തിങ്ങനെ അത് ഒരു പരിചയം ഉള്ളതുകൊണ്ട് സിമ്പിളായിട്ട് അഴിക്കാൻ പറ്റും. അതാണ് മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു 10-20 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ട് ഭാഗം മൊത്തത്തിൽ അഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് മൊത്തത്തിൽ ഒന്ന് വാഷ് ചെയ്യാനുണ്ട്. കണ്ട എഞ്ചിൻ റൂമൊക്കെ ആകെ പൊടി പിടിച്ച് എടുക്കുകയാണ്, അതെല്ലാം ക്ലിയർ ആക്കാനുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ ഇനിയിപ്പോൾ ഞാനിരുന്നിട്ട് ബമ്പർ അഴിക്കട്ടെ. ഓക്കെ, ഞാനിത് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. കാരണം എന്താ പറയുക, നമ്മളൊരു ആഗ്രഹിച്ച് ചെയ്യുന്നൊരു വർക്കാണ്. കാരണം ആ ഒരു ലുക്കിലേക്ക് മാറി ആ ഒരു ലുക്കിൽ കൊണ്ടുനടന്ന് അതെല്ലാം തന്നെ ആ ഒരു ലുക്കിൽ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹത്തിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അയച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മൾ ഫ്രണ്ട് അയച്ചു വെച്ച് ബമ്പർ അയച്ചു. 10 മിനിറ്റുള്ളിൽ പരിപാടി തീർന്നു കേട്ടോ. ഓക്കെ, 10 മിനിറ്റും പിടിച്ചില്ല. അപ്പോൾ അതാ ഗ്രില്ലിൻ്റെയും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രില്ലിൻ്റെ ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്, അതാണ് കിട്ടാനൊരു പാട്. ആ ലോക്ക് ജസ്റ്റ് വലിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഒരു പ്രസ്സിങ് ലോക്കാണ് വരുന്നത് കേട്ടോ. അത് സ്റ്റോക്ക് ഗ്രില്ലിൻ്റെ മുകളിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് അയച്ചെടുക്കട്ടെ. സോ ഫൈനലി ഗായ്സ് ഫ്രണ്ട് മൊത്തം നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോഴാണ് മഴ പെയ്തത്. അപ്പോൾ നമ്മൾ നിർത്തി. അപ്പോൾ ഇനി ബാക്കി വീട്ടിൽ പോയിട്ട് ചെയ്യാൻ പറ്റുവെച്ചാൽ നമുക്ക് ചെയ്യണം. ഇനി വയറിംഗ് വർക്കാണ്. വയറിംഗ് വലിച്ചിട്ടതിന് ശേഷം ഹെഡ്ലൈറ്റും കാര്യങ്ങളും ഫിക്സ് ചെയ്യലാണ്. ഓക്കെ, അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെയും ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നാളെ അറിയിക്കാം. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് ചെയ്യാൻ പറ്റുവെച്ചാൽ മഴ ഒന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പോയിട്ട് ചെയ്യണ്ട. മഴ ചാറി തുടങ്ങി, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.